റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശുദ്ധമായ മദീനയിൽ നിന്ന് മക്കയെ ലക്ഷ്യമാക്കി ദുൽഹുലൈഫയിൽ നിന്ന് അബിയാറു അലി എന്ന് പറയുന്ന ഇന്നത്തെ മീഖാത്തിൽ നിന്ന് ഇഹ്റാം ചെയ്ത് 1,20,000 അല്ല 23,000 അല്ല 1,24,000 സ്വഹാബിമാർ ഹബീബിന്റെ കൂടെ ഹജ്ജ് ചെയ്ത ഒരേ ഒരു ഹജ്ജ്, അത് അൽ ഹജ്ജത്തുൽ വിദാ. ഹബീബായ നബി തങ്ങൾ ലോകത്തോട് യാത്ര ചോദിച്ച അവസാനത്തെ ഹജ്ജാണത്. ആദ്യത്തേതും അവസാനത്തേതുമായിരുന്നു അത്. അറഫയുടെ ഭൂമിയിൽ നിന്നുകൊണ്ടല്ലേ ഹബീബ് പറഞ്ഞത്, സുഹാബാക്കളെ ഇസ്മഊനി ഇസ്മഊനി, നിങ്ങൾ എന്നെ കേൾക്കണമേ, എന്നെ ശ്രദ്ധിച്ചു കേൾക്കണമേ. ലഅല്ലി ലാ അൽഖാകും ബഅദ ആമി ഹാദാ ഫീ മഖാമി ഹാദാ. ഇനി ഒരിക്കലൂടെ ഈ പരിശുദ്ധമായ സ്ഥലത്ത് വെച്ച് ഇനി നിങ്ങളെ എനിക്ക് കണ്ടുമുട്ടാനോ നിങ്ങളുമായി സംവദിക്കുവാനോ ഒരവസരം എനിക്ക് ലഭിക്കണമെന്നില്ല. അതുകൊണ്ട് എന്നെ ശ്രദ്ധിച്ചു കേൾക്കണമേ. ലഅല്ലി ലാ അൽഖാകും ബഅദ ആമി ഹാദാ ഫീ മഖാമി ഹാദാ. ഇങ്ങനെ ഒരു ഹജ്ജിന് വരാനോ ഒരു അറഫയിൽ നിങ്ങളെ കാണാനോ ഈ വർഷത്തിന് ശേഷം എനിക്ക് കഴിയണമെന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ഞാൻ പറയുന്നത് കേൾക്കണേ എന്ന് ഹബീബായ നബി തങ്ങൾ ഉമ്മത്തിനോട് യാത്ര ചോദിച്ച ഹജ്ജായിരുന്നുവത്. ഉമ്മത്തിനോട് യാത്ര ചോദിച്ചു, വല്ലാത്തൊരു യാത്ര ചോദിക്കലാണത്. ഹബീബായ നബി തങ്ങൾ ആ യാത്ര ചോദിച്ചപ്പോഴാണ് ഖുത്ബത്തുൽ വിദാ, അവിടുത്തെ ഫെയർവെൽ സ്പീച്ച്, അവിടുന്ന് അവസാനം യാത്ര ചോദിച്ച ഒരു പ്രഭാഷണമുണ്ട്, ഒരു ഖുത്ബയുണ്ട്. കുല്ലുകും മിൻ ആദം وآدم من تراب لا فضل لعربي على عجمي ولا لعجمي على عربي ولا لأبيض على أسود ولا لأسود على أبيض إلا بالتقوى. മനുഷ്യരെ, നിങ്ങളൊക്കെ ആദ്യ പിതാവ് ആദം നബി അലൈഹിസ്സലാമിന്റെ മക്കളാണ്. ആദം നബിയെ അല്ലാഹു മണ്ണിൽ നിന്നാണ് പടച്ചത്. അതുകൊണ്ട് സൗമ്യരായി അഹങ്കരിക്കാതെ ഭൂമിയിൽ നടക്കണേ. അഹങ്കരിച്ച് നടക്കരുത്, സൗമ്യമായി നടക്കണേ. നിങ്ങൾ ചവിട്ടുന്ന മണ്ണാണ് നിങ്ങളുടെ ശരീരം നിർമ്മിക്കപ്പെട്ട വസ്തുവിന്റെ ധാതു. അതാണ് ആദം നബി അലൈഹിസ്സലാം മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവരാണ്. കുല്ലുകും മിൻ ആദം, നിങ്ങളെല്ലാം ആദം നബിയുടെ മക്കളാണ്. അതുകൊണ്ട് ഒരറബിക്ക് അനർബിയേക്കാൾ സ്ഥാനമില്ല, ഒരനർബിക്ക് അറബിയേക്കാളും സ്ഥാനമില്ല. ചില പാസ്പോർട്ട് കിട്ടുമ്പോൾ ചില ആളുകളൊക്കെ വല്ലാണ്ട് അഹങ്കരിക്കും. എനിക്ക് ഇന്ത്യൻ പാസ്പോർട്ടല്ല, എൻ്റെത് ഓസ്ട്രേലിയനാണ്, എൻ്റെത് UK പാസ്പോർട്ടാണ്, എൻ്റെത് അമേരിക്കനാണ്, എൻ്റെത് യൂറോപ്യൻ ഏതെങ്കിലും രാജ്യങ്ങളുടെ പാസ്പോർട്ടാണ്. അങ്ങനെയൊന്നുമില്ല. പാസ്പോർട്ട് ഉണ്ടെങ്കിൽ കാശി അങ്ങനെ യാത്ര ചെയ്തോ, അള്ളാഹുവിനടുത്ത് വല്ല മാറ്റം വരുമോ? ഒരു അറബിക്ക് അനർബിയേക്കാളോ അനർബിക്ക് അറബിയേക്കാളോ വലാലി അബിയദ അലാ അസ്വദ, നിങ്ങളുടെ തൊലി നിറം വെളുത്തുപോയതിന്റെ പേരിൽ കറുത്ത ഒരാളെക്കാൾ നിങ്ങൾക്ക് സ്ഥാനമോ കറുത്ത ഒരാൾക്ക് വെളുത്തവനേക്കാൾ സ്ഥാനമോ ഒരിക്കലുമില്ല. ഇല്ലാ ബിത്തഖ്വാ, നിങ്ങളിൽ ആരാണോ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നത് അവർക്ക് മാത്രമേ ഉള്ളൂ. ഇല്ലാ ബിത്തഖ്വ. അവസാന പ്രഭാഷണമാണ് ഹബീബിന്റെ. നിങ്ങൾ ഞാൻ നബിയായി വരുന്നതിന്റെ മുമ്പ് പരസ്പരം കലഹിച്ചവരാണ്, തമ്മിൽ തല്ലി കൊന്നവരാണ്, കൊലപാതകം ചെയ്ത് ജീവിച്ചവരാണ്, കൊലപാതകം ഒരു ഹരമായി നടന്നവരാണ്. എന്നാൽ ആ കൊലപാതകങ്ങൾക്ക് ഒരിക്കലും ഇനി നിങ്ങളാരും ജാഹിലിയ്യത്തിൽ നടന്ന സംഭവം പറഞ്ഞ് ഇപ്പോൾ പ്രതികാരമെടുക്കരുത്. ആ പ്രതികാരമെല്ലാം എന്റെ കാലിന്റെ താഴെ ഞാൻ ചവിട്ടി താഴ്ത്തുകയാണ്. ആരും തമ്മിൽ ശത്രുത പാടില്ല. പുണ്യനബി പറഞ്ഞതാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ഇസ്ലാം മനസ്സിലാക്കുന്നതിന്റെ മുമ്പ് പലിശ കൊടുത്തവരാണ്, വാങ്ങിച്ചവരാണ്, പലിശക്കുമേൽ പലിശ ചെയ്തവരാണ്. ആ പലിശയെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ മുതലുണ്ട്, പലിശ എടുക്കാൻ പാടില്ല. ഇനി മുതൽ പലിശയുടെ പേര് പറഞ്ഞ് ജാഹിലിയ്യത്തിൽ കൊടുത്ത മുതലിന് പലിശ വേണമെന്ന് ഇവിടെ ചോദിക്കരുത്. എല്ലാം അള്ളാഹുവിന് വേണ്ടി നിർത്തിവെക്കണം.
നിങ്ങളുടെ പലിശ ഏർപ്പാടുകളെ ഞാൻ എൻ്റെ കാലിന്റെ താഴെ ചവിട്ടുകയാണ്. ഞാൻ അങ്ങനെ ചവിട്ടിത്താഴ്ത്തുന്ന ആദ്യത്തെ പലിശ എൻ്റെ എളാപ്പയായ അബ്ബാസ് റളിയല്ലാഹു അൻഹു മുസ്ലിമാകുന്നതിന്റെ മുമ്പ് പലിശയുടെ ഏർപ്പാടുണ്ടായിരുന്നു. ആ പലിശയെല്ലാം ഞാൻ എൻ്റെ കാലിന്റെ താഴെ ചവിട്ടുകയാണ്. ഇനി പലിശ പാടില്ല. പുണ്യനബി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്ലാം വരുന്നതിന്റെ മുമ്പ് ദിവസങ്ങളെ, മാസങ്ങളുടെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചിട്ടിരുന്നു. തിങ്കളാഴ്ച ചൊവ്വാഴ്ചയാക്കും, ചൊവ്വട്ട് ബുധനാക്കും, ബുധനിട്ടിട്ട് ഞായറാക്കും. സഫർ വരുമ്പോ ഇത് റജബ എന്ന് പറയും, റജബ് വരുമ്പോ ഇത് ഷഅബാന എന്ന് പറയും. അൽയൗമ തദാവലത്തിൽ അയ്യാം കയൗമ ഖലഖസ് സമാവാതി വൽ അർള്. അതൊരു വെള്ളിയാഴ്ച ദിവസമായിരുന്നു. ഇന്നത്തെ ഈ വെള്ളിയാഴ്ച ദിവസം അള്ളാഹു എങ്ങനെയാണോ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച നാളു മുതൽ ദിവസങ്ങൾ തുടങ്ങി വന്നത്, ആ കലണ്ടർ കൃത്യമായും ഇപ്പോൾ പൂർണ്ണമായും നേർരേഖയിൽ വന്നിരിക്കുകയാണ്. ഈ വെള്ളിയാഴ്ച ദുൽഹജ്ജയുടെ ഈ വെള്ളിയാഴ്ച വെള്ളിയാണെന്ന് ഉറപ്പ് വഹയിന്റെ വെളിച്ചത്തിലാണ് നബി തങ്ങൾ പറഞ്ഞത്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നിങ്ങൾ ദിവസങ്ങളുടെ പേര് മാറ്റരുത്, മാസങ്ങളെ മാറ്റിമറിക്കരുത്, അള്ളാഹു നിശ്ചയിച്ച കലണ്ടർ വെച്ച് കളിക്കരുത്. അതൊരു ചോദ്യമായിരിക്കും. ഇപ്പൊ നമ്മൾ ഇന്നിപ്പോ ശനിയാഴ്ച അല്ലേ, അറബ് പ്രകാരം ഞായറാഴ്ചയായി, ഇന്നിപ്പോ രാത്രി ശനിയാഴ്ച രാത്രിയല്ലേ? എല്ലാവർക്കും സംശയം ഉണ്ടല്ലോ അല്ലേ? ഇന്ന് ശനിയാന്നില്ല എന്ത് തെളിവ് എന്ന് ചോദിച്ചാൽ എന്താ പറയാ? ഒരു കുട്ടി ചോദിക്കും, ഇന്ന് ശനിയാന്നില്ല ഉമ്മ എന്ത് തെളിവാളുള്ളത്? നമുക്ക് തെളിവുണ്ട്. എന്തേ? നമ്മുടെ ഹബീബ് നമുക്ക് കൺഫേം ചെയ്തെന്നു. ഹജ്ജിന്റെ ദിവസം ദുൽഹിജ്ജ, ആ ഒരു വിശുദ്ധമായ അറഫാ ദിനത്തിൽ ഇന്നത്തെ കലണ്ടർ കൃത്യമാണ്. സ്വഹീഹ് ബുഖാരിയിലെ ഹദീസാണ്, അൽയൗമ തദാവലത്തിൽ അയ്യാം. ഈ ദിവസം കലണ്ടർ കൃത്യമാണ്, ഇനി മാറ്റരുത്. നമുക്ക് മറുപടി ഉണ്ട്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയുകയാണ്, ഇനി ഒരിക്കലൂടെ നിങ്ങളെ ഇങ്ങനെ കാണാൻ എന്നെ കൊണ്ട് കഴിഞ്ഞിരിക്കണമെന്നില്ല. അതുകൊണ്ട് പറയട്ടെ, അസ്വലാ അസ്വലാ വമാ മലക്കത് അയ്മാനുക്കും. എനിക്ക് അവസാനമായി നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളും അള്ളാഹും തമ്മിലുള്ള ഒരു പിടിക്കയറുണ്ട്. അതാണ് 5 നേരത്തെ നിസ്കാരം. അത് നിങ്ങൾ ഒഴിവാക്കരുതേ. മുസ്ലിമായി ജനിച്ച ഒരു ചെറുപ്പക്കാരനും പ്രായപൂർത്തിയായ ഒരാണും പെണ്ണും, ഒരു സ്റ്റുഡന്റും ഒരു വിദ്യാർത്ഥിയും വിദ്യാർത്ഥിനിയും 5 നേരത്തെ നിസ്കാരം കൃത്യമായി നിർവഹിക്കണേ. വമാ മലക്കത് അയ്മാനുക്കും. നിങ്ങളൊക്കെ ജോലി ചെയ്യുന്നവരാണ്, നിങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുന്ന ആളുകളുണ്ടാകും, നിങ്ങളുടെ കൂലിക്കാർ. അന്ന് അടിമ സമ്പ്രദായമുണ്ട്, അടിമകളുണ്ട്. അതിനപ്പുറം നിങ്ങളുടെ ഭാര്യമാർ, അവര് നിങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. നിങ്ങളുടെ ഭാര്യമാരെ നിങ്ങൾ നോക്കണേ, അവരെ നിങ്ങൾ അശ്രദ്ധമാവരുതേ, അവരുടെ കാര്യം നിങ്ങൾ നോക്കണേ. വമാ മലക്കത് അയ്മാനുക്കും. അവരോട് മോശമായി പെരുമാറരുതേ, അവരോട് ക്രൂരമായി സംസാരിക്കരുതേ. ഫഇന്നഹുന്ന, ആ പെണ്ണുങ്ങൾ, അവനുൻ ഇൻദകും, നിങ്ങളുടെ ആശ്രിതരാണ്, അള്ളാന്റെ നാമം വെച്ചുകൊണ്ടാണ്. വസ്തഹലൽതും ഫുറൂജഹുന്ന ബികലിമത്തില്ലാഹ്, ബിസ്മില്ലയും അൽഹംദുലില്ലയും ചൊല്ലിക്കൊണ്ടാണ് നിങ്ങൾ അവരെ നിക്കാഹ് ചെയ്ത് വിവാഹം ചെയ്ത് ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത്. ആ പെണ്ണുങ്ങളോട് മാന്യമായി പെരുമാറണേ. ഇത് പറഞ്ഞിട്ടാണ് ഹബീബ് ലോകത്തോട് വിട പറയുന്നത്. അത്ര മനോഹരമാണ് അല്ലേ? എന്ത് മനോഹരമായ പ്രസംഗം ഹബീബിന്റെ. 20 മിനിറ്റാണ് ഉണ്ടായത്. അതിന്റെ രത്നച്ചുരുക്കം ഇതാണ്.